ഹലോ എവ്രിവൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 9ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന സമവാക്യങ്ങളുടെ 5ാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സമപ്രവേഗവും അസമപ്രവേഗവും കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ത്വരണം, എന്താണ് ആക്സിലറേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആക്സിലറേറ്റർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വണ്ടിയിലൊക്കെ, കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുക നമ്മൾ പറയുന്ന കേൾക്കാറുണ്ട് അല്ലേ? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ആക്സിലറേറ്റർ കൊടുക്കുക എന്ന് പറയുന്ന അത് നമ്മൾ ഇവിടെ ഈ ഒരു ബൈക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ബേക്കോട്ടേക്ക് ഇങ്ങനെ പിടിച്ച് തിരിക്കും അല്ലേ? അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ എണ്ണ അല്ലേ, ഇന്ധനം ഉണ്ടാവുമല്ലോ, ഇന്ധനം വേഗത്തിൽ പോയിട്ട് നമുക്ക് എന്ത് കൂടും? നമ്മളുടെ പ്രവേഗം കൂടും അല്ലേ? നമ്മളുടെ പ്രവേഗം കൂടും. അപ്പം നമുക്ക് മുന്നോട്ടേക്ക് സ്പീഡിൽ പോകാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഇത് എത്രമാത്രം നമ്മൾ കൊടുക്കുന്നു അത്രയും സ്പീഡിൽ അല്ലേ, അത്രയും പ്രവേഗത്തോടു കൂടി നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ത്വരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ബസ്സിൽ നിങ്ങൾ ഇരിക്കുന്നതായി സങ്കല്പിക്കും. ബസ് സ്റ്റാർട്ട് ചെയ്ത് നേർരേഖാ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവേഗം മാറുന്നുണ്ടല്ലോ ഇല്ലേ? നമ്മൾ ഒരു ബസ്സിലിരിക്കുന്ന ആ ബസ് എന്താണ്, മുന്നോട്ടേക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രവേഗം മാറും അല്ലേ? അതിൻ്റെ പ്രവേഗം മാറാൻ കാരണം എന്തായാലും ബസ്സിന് അല്ലേ നേർരേഖയിലാണ് പോകുന്നത്. പക്ഷെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് 10 മീറ്റർ സഞ്ചരിച്ച് 1 സെക്കൻഡിൽ, പിന്നെ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ചിലപ്പോൾ 20 മീറ്റർ ആയിരിക്കും 2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്നത് അല്ലേ? അപ്പം എന്താണ് ഇവിടെ സ്ഥാനാന്തരത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷേ സമയത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? സമയത്തിൽ വ്യത്യാസം വരുമ്പോൾ എന്താണ്, അവിടെ പ്രവേഗം മാറും അല്ലേ? ബസ്സിനിപ്പോൾ ഒരേ സമയത്ത് ഒരേ സ്ഥാനാന്തരം ഉണ്ടാക്കിയിട്ട് പോകാനാവൂലല്ലോ. അപ്പം എന്താണ്, പ്രവേഗത്തിൽ മാറ്റം ഉണ്ടാവും. ബസ്സിൻ്റെ നേർരേഖാ സഞ്ചാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ ഒരു ബസ് ഉണ്ട്, ആ ബസ്സിൻ്റെ നേർരേഖാ സഞ്ചാരവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൊടുത്ത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് വേണം ത്വരണം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പം നോക്കാം, ബസ് എ ബി സി ഡി ഇവിടെയൊക്കെ ബസ് സഞ്ചരിക്കുന്നുണ്ട് അല്ലേ? എയിൽ നിന്ന് തുടങ്ങി ബിയിലേക്ക് എത്തി, സിയിലേക്ക് വന്ന് ഡിയിലേക്കും പോകുന്നുണ്ട് അല്ലേ? ബസ് തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രവേഗം എത്രയാ? 0 അല്ലേ? 0. ബിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പ്രവേഗം 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? സിയിലേക്ക് എത്തുമ്പോഴോ 8 മീറ്റർ പെർ സെക്കൻഡും ആണ്. ഡിയിലേക്ക് എത്തുമ്പോൾ 12 മീറ്റർ പെർ സെക്കൻഡും ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെ ബസ് സഞ്ചരിക്കുമ്പോൾ എയിലെ പ്രവേഗമാണ് അല്ലേ? എന്താണ്, എയിൽ നിന്ന് ബിയിലേക്കാണ് ബസ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ എയിലെ പ്രവേഗത്തിന് നമ്മൾ എന്ത് പേരാണ് വിളിക്കുക? തുടങ്ങുന്ന പോയിന്റ് ആണ് അല്ലേ? ആദ്യം എടുക്കുന്ന പോയിന്റുള്ള പ്രവേഗമാണ് അല്ലേ? അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് ആദ്യ പ്രവേഗം. എന്താണ് ആദ്യ പ്രവേഗം? അന്ത്യപ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ എത്തിയത് ആ പോയിന്റിലുള്ള പ്രവേഗത്തെയാണ് അന്ത്യപ്രവേഗം എന്ന് പറയാം അല്ലേ? അപ്പോൾ എ എന്നുള്ള പോയിന്റിലുള്ള ആ ബസ്സിന്റെ പ്രവേഗം എന്താണ്? ആദ്യ പ്രവേഗം ആണ്. ബിയിലെ പ്രവേഗമോ, എ ആണ് ആദ്യ പ്രവേഗമെങ്കിൽ ബി എന്തായിരിക്കും? അന്ത്യപ്രവേഗമായിരിക്കും. എന്തായിരിക്കും? അന്ത്യപ്രവേഗം അല്ലേ? ലാസ്റ്റിലത്തെ പ്രവേഗം അല്ലേ? തുടങ്ങുമ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് അല്ലേ? അവസാനിക്കുമ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്ത്യപ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്ക്, ബി മുതൽ സി വരെ പരിഗണിക്കുമ്പോൾ ബിയിലെ പ്രവേഗം എന്താണ്? ബി മുതൽ സി വരെ പരിഗണിക്കുമ്പോൾ ബിയിലെ പ്രവേഗം എന്താണ്? ബി മുതൽ സി വരെയാണ്. അപ്പൊ ബിയിലെ പ്രവേഗത്തിനെ വിളിക്കുന്ന പേര് ആദ്യ പ്രവേഗം. എത്തുന്ന സി ഏതായിരിക്കും? അന്ത്യപ്രവേഗം അല്ലെ? ബി ആദ്യ പ്രവേഗമായിരിക്കും, സി അന്ത്യപ്രവേഗവും ആയിരിക്കും. എവിടെയാണോ തുടങ്ങുന്നത് അതിനെയാണ് നമ്മൾ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത്. എവിടെയാണോ അവസാനിക്കുന്നത് അതിനെയാണ് നമ്മൾ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത്. തുടങ്ങുന്നത് എയിലാണ്, അപ്പൊ അത് ആദ്യ പ്രവേഗം, അവസാനിക്കുന്നത് ബിയിലാണ്, അത് അന്ത്യപ്രവേഗം. ബിയിൽ നിന്ന് സിയിലേക്കാ പോകുന്നതെങ്കിൽ ബി എന്നാണ് തുടങ്ങുന്നത്
തുടങ്ങുന്നത്, അപ്പം അത് ആദ്യ പ്രവേഗം, സിയിലാണ് അവസാനിക്കുന്നത്, അപ്പം അതെന്താണ്? അന്ത്യപ്രവേഗം ആണ്. അപ്പോൾ ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. നമ്മളുടെ നേരത്തെ ഒരു ബസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അതും വെച്ചിട്ടാണ് നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരക്കുന്നുണ്ട് കേട്ടോ. ബി താഴെയാണ് വേണ്ടത്, ഞാൻ കുറച്ച് കയറ്റി വരച്ചു. സി ഡി അല്ലേ, എയിൽ നിന്ന് ബിയിൽ ഇത് 0 മീറ്റർ/സെക്കൻഡ് ആണ്, ഇത് 4 മീറ്റർ/സെക്കൻഡ് ആണ്, ഇത് 8 മീറ്റർ/സെക്കൻഡ് ആണ്, ഇത് 12 മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് 0 സെക്കൻഡ്, 1 സെക്കൻഡ്, 1 സെക്കൻഡ് അല്ല 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് അല്ലേ, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ പ്രവേഗം ഉള്ള സ്ഥലം അല്ലേ, ആദ്യ പ്രവേഗമുള്ള സ്ഥലം. ആദ്യ പ്രവേഗം എത്ര? 0 ആണ് അല്ലേ. അന്ത്യപ്രവേഗം എത്ര? 4. പിന്നെ ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ ആദ്യ പ്രവേഗം ഏതായിരിക്കും? 4 ആവും. അന്ത്യപ്രവേഗം 8 ആയിരിക്കും. സിയിൽ നിന്ന് ഡിയിലാണെങ്കിൽ ആദ്യ പ്രവേഗം 8 ആവും, അന്ത്യപ്രവേഗം എത്രയായിരിക്കും? 12 ആവും. അങ്ങനെയാണെങ്കിൽ നോക്ക്, ബസ് സഞ്ചരിച്ച ഘട്ടങ്ങൾ എ മുതൽ ബി വരെ അല്ലേ. എയിൽ നിന്ന് ബിയിലേക്കാണ് ആദ്യം പോകുന്നത് അല്ലേ, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ആദ്യ പ്രവേഗം എത്രയാ? 0 ആണ് അല്ലേ, 0. അന്ത്യപ്രവേഗയുടെ ബി ആണ് അല്ലേ, അത് എത്രയാണ്? 4 മീറ്റർ/സെക്കൻഡ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു അല്ലേ, ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും. ആദ്യ പ്രവേഗത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ചെറിയ അക്ഷരം യു. എന്താണ്? ആദ്യ പ്രവേഗത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് യു. ആദ്യ പ്രവേഗത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? യു ആണ്. അന്ത്യപ്രവേഗത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് വി. ആദ്യ പ്രവേഗത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ യുവും അന്ത്യപ്രവേഗത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? വിയുമാണ്. ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും. അപ്പൊ യുവും വിയുമാണ് കേട്ടോ, ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും. അപ്പൊ 0ഉം 4ഉം കിട്ടി. ഇനി എന്താ കാണുന്നത്? പ്രവേഗമാറ്റം അല്ലേ. ഇവിടെ പ്രവേഗമാറ്റം 0യിൽ നിന്ന് 4 മീറ്റർ/സെക്കൻഡ്. അപ്പൊ ഇവിടുത്തെ മാറ്റം എന്താണ്? 0ത്തിൽ നിന്ന് 4ലേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ മാറിയിട്ടുള്ളത്? 4 ആണ് അല്ലേ. എത്രയാണ്? 4 ആണ്. അതെങ്ങനെയാ കിട്ടിയത്? 4ൽ നിന്നും 0 കുറച്ച് അല്ലേ, 4ൽ നിന്നും 0 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രവേഗമാറ്റം അല്ലേ, പ്രവേഗമാറ്റം 0ഉം 4ഉം അല്ലേ. 4ൽ നിന്ന് 0ത്തിനെ കുറച്ച്, അപ്പോഴാണ് നമുക്ക് പ്രവേഗമാറ്റം കിട്ടിയത്. അപ്പൊ പ്രവേഗമാറ്റം എന്തായിരിക്കും? പ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗത്തിനെ കുറക്കുക അല്ലെ. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഇതെന്താണ്? അന്ത്യപ്രവേഗമാണ്, ഇത് ആദ്യ പ്രവേഗമാണ്. അന്ത്യപ്രവേഗത്തിൽ നിന്നും ആദ്യ പ്രവേഗത്തെ കുറച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? പ്രവേഗ മാറ്റം കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് എങ്ങനെയാണ്? പ്രവേഗമാറ്റം എങ്ങനെ കിട്ടിയ? അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറച്ചു അല്ലെ. പ്രവേഗം വി, ആദ്യ പ്രവേഗം യു അല്ലെ. അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറച്ചു, 4ൽ നിന്ന് 0 കുറച്ചു കഴിഞ്ഞാൽ 4 കിട്ടി. ഇനി പ്രവേഗമാറ്റത്തിനെടുത്ത സമയം ടി സെക്കൻഡ് അല്ലെ. പ്രവേഗമാറ്റത്തിനെടുത്ത സമയം എത്രയാ? ടി സെക്കൻഡ്. എത്രയാ സമയം എടുത്ത്? എയിൽ നിന്ന് ബി പ്രവേഗമാറ്റം എത്രയാ? 4 മീറ്റർ/സെക്കൻഡ്. ഈ പ്രവേഗമാറ്റത്തിനെടുത്ത സമയം എത്രയാ? 0ത്തിൽ നിന്ന് 2 സെക്കൻഡ് അല്ലേ. അപ്പൊ പ്രവേഗമാറ്റം എത്രയാണ്? 2 ആണ് കിട്ടിയിട്ടുള്ളത്. പ്രവേഗമാറ്റം എത്ര കിട്ടിയിട്ടുള്ളത്? 2. ഇനി അടുത്ത നോക്ക്, പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് അല്ലെ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സമയം ഉണ്ടാവും അല്ലെ, ഒരു സമയം ഉണ്ടാവും. എന്തിന്റെ നിരക്കാ? പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. അപ്പോൾ പ്രവേഗമാറ്റം എന്തെന്തായിരുന്നു? വി മൈനസ് യു ആയിരുന്നു അല്ലെ. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം അല്ലെ. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം, ഇത് പ്രവേഗമാറ്റം അല്ലെ. ഇതിന്റെ നിരക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ എന്തുകൊണ്ട് ഹരിക്കണം? സമയം കൊണ്ട് ഹരിക്കണം അല്ലെ. സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രവേഗ മാറ്റം കിട്ടും അല്ലെ. അപ്പൊ പ്രവേഗ മാറ്റം എന്താണ്? വി മൈനസ് യു ബൈ ടി അല്ലെ. വി മൈനസ് യു ബൈ ടി.
അപ്പൊ എന്ത് കിട്ടും? v മൈനസ് യു എത്രയാ? 4 അല്ലെ. പ്രവേഗ മാറ്റത്തിനെടുത്ത സമയം എത്രയാ? 2. അപ്പൊ v മൈനസ് യു 4 ബൈ സമയം 2. 4/2 എത്ര കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എങ്ങനെയാ വന്നതെന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. v മൈനസ് യു ബൈ ടി 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ഇനി ബി മുതൽ സി വരെ അല്ലെ, ബി മുതൽ സി വരെ, ബി മുതൽ സി വരെ എന്താണ്? ആദ്യ പ്രവേഗം ബിയിൽ നിന്ന് സിയിലേക്കുള്ള ആദ്യ പ്രവേഗം എത്ര? 4 അല്ലെ, 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അന്ത്യപ്രവേഗം എത്ര? 8 അല്ലെ, 8. ഇനി അടുത്ത പ്രവേഗ മാറ്റം എന്താ? വി മൈനസ് യു അല്ലെ, വി മൈനസ് യു 8 മൈനസ് 4 എത്ര വരും? 4. പ്രവേഗ മാറ്റത്തിനെടുത്ത സമയം എത്ര? 2 സെക്കൻഡിൽ നിന്ന് 4 സെക്കൻഡിലേക്ക്. അപ്പൊ എത്ര സമയം കൊണ്ടാ വന്നത്? 2 സെക്കൻഡ് കൊണ്ട്. ഇവിടെ എന്ത് വരും? 2 വരും അല്ലെ. ഇനി പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് എങ്ങനെയാ കാണാം? പ്രവേഗ മാറ്റത്തിന് സമയം കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ. പ്രവേഗ മാറ്റത്തിന് സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഈ സെയിം സാധനം തന്നെ വരും അല്ലെ. 4/2 അല്ലെ, 4/2 തന്നെ വരും. അപ്പൊ ആൻസർ എത്ര കിട്ടും? ഇവിടെയും 2 ആൻസർ കിട്ടും. ഇതും എന്ത് തന്നെ കിട്ടിയിട്ടുള്ളത്? 2 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഇനി സി മുതൽ ഡി വരെ, സിയിൽ നിന്ന് ഡിയിലേക്ക് ആദ്യ പ്രവേഗം എത്ര? 8 അല്ലെ, 8. ഇത് യു ആണ് അല്ലെ, ആദ്യ പ്രവേഗം യു ആണ്. അടുത്ത അന്ത്യപ്രവേഗം എത്രയാ? 12 അല്ലെ, 12. അതെന്താണ്? അന്ത്യപ്രവേഗം വി ആണ്. പ്രവേഗ മാറ്റം എന്താണ്? വി മൈനസ് യു. 12 മൈനസ് 8 എത്രയാണ്? 4. ഇവിടുന്ന് ഇവിടത്തേക്ക് പോവാൻ എടുത്ത സമയം എത്ര? ഇതും 2 സെക്കൻഡ് തന്നെയാണ് അല്ലെ, അതും 2 സെക്കൻഡ് തന്നെയാണ്. ഇതും എന്ത് തന്നെ വരും? പ്രവേഗമാറ്റ നിരക്ക് എന്താ? പ്രവേഗമാറ്റം ബൈ സമയം അല്ലെ. ഇതും എന്ത് തന്നെ വരും? 2 തന്നെ കിട്ടും അല്ലെ. 4/2 എത്ര കിട്ടും? 2 തന്നെ കിട്ടും. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ആദ്യ പ്രവേഗം, അന്ത്യപ്രവേഗം, പിന്നെ പ്രവേഗമാറ്റം, സമയം ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചിട്ടാണ് ഇവിടെ പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലെ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആദ്യ പ്രവേഗത്തിന് അന്ത്യപ്രവേഗവും തമ്മിലുള്ള എന്ത് വ്യത്യാസം അല്ലെ. ആ പ്രവേഗ മാറ്റം അതിനെ കൊണ്ട് എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിക്കുക. അപ്പോഴാണ് നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുള്ളത് അല്ലെ. ഈ പ്രവേഗ മാറ്റത്തിന്റെ നിരക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്വരണം. എന്താണ്? പ്രവേഗ മാറ്റത്തിന്റെ നിരക്കിനെ വിളിക്കുന്ന പേരാണ് ത്വരണം. ഇവിടെ നോക്ക്, ഇവിടുത്തെ ത്വരണം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ ത്വരണം ഉദ്ദേശിക്കുന്ന എന്താ? ഈ ഒരു അന്ത്യപ്രവേഗവും ആദ്യ പ്രവേഗവും തമ്മിലുള്ള മാറ്റം, അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ത്വരണം അല്ലെ, ത്വരണം. അപ്പോൾ ഇതും അല്ലെ, ബിയിൽ നിന്ന് സിയിലേക്ക് 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 8 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്, വെലോസിറ്റി ആണ് കൂടിയിട്ടുള്ളത് അല്ലെ. വെലോസിറ്റി, പ്രവേഗമാണ് കൂടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ത്വരണം എത്രയായിരിക്കും? അന്ത്യപ്രവേഗത്തിന് ആദ്യ പ്രവേഗത്തിനെ കുറക്കുക അല്ലെ. അതായത് പ്രവേഗ മാറ്റത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഇത്ര വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പൊ എത്രയാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തത് അല്ലെ? അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെ. എന്താണ് കിട്ടിയിട്ടുള്ളത്? 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അപ്പൊ എന്താണ് ത്വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് അല്ലെ. എന്താ? പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗ മാറ്റത്തിന്റെ അളവ് അഥവാ പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ത്വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗ മാറ്റത്തിന്റെ അളവ് അല്ലെങ്കിൽ പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ത്വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ അല്ലെ. അപ്പോൾ എ എന്നുള്ള അക്ഷരം വെച്ചാണ് സൂചിപ്പിക്കുക. ത്വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ സമയം അല്ലെ. ത്വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ സമയം. ഇതാണ് എന്തെന്ന്? നമ്മളുടെ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പ്രവേഗവും
എന്താണ് ഒരു സദിശ അളവാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മളുടെ ത്വരണവും എന്താണ് ഒരു സദിശ അളവാണ്. ത്വരണം എന്താണ് ഒരു സദിശ അളവാണ്. പ്രവേഗം ഒരു സദിശ അളവാണ്. അതുകൊണ്ട് തന്നെ ത്വരണവും എന്താണ് ഒരു സദിശ അളവാണ്. സദിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദിശയും വിലയും ഉള്ളത് അല്ലെ. ദിശയും വിലയും ഉള്ളതിനെയാണ് നമ്മൾ സദിശ അളവുകൾ എന്ന് പറയാം. അപ്പോ ത്വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗത്തിന്റെ അളവ് അഥവാ പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം കേട്ടോ. ഇവിടെ എന്താ, പ്രവേഗ മാറ്റമാണ് വന്നിട്ടുള്ളത് അല്ലെ. അന്ത്യത്വരണം മൈനസ് അന്ത്യപ്രവാഹം മൈനസ് ആദ്യ പ്രവേഗം ബൈ സമയം അല്ലെ. ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്, പ്രവേഗ മാറ്റം അല്ലെ. പ്രവേഗ മാറ്റം ഡിവൈഡഡ് ബൈ സമയം, അതിനെയാണ് നമ്മൾ പ്രവേഗത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് അല്ലെ. പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക്, അതിനെയാണ് നമ്മൾ ത്വരണം എന്ന് പറയാം. ഇനി നമുക്ക് ത്വരണത്തിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം അല്ലെ. ത്വരണത്തിന്റെ എന്ത് കണ്ടുപിടിക്കാം, യൂണിറ്റ് കണ്ടുപിടിക്കാം. അത് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമുക്കത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ത്വരണത്തിന്റെ യൂണിറ്റ് ഓൾറെഡി നമ്മൾ കണ്ടിന്, എന്നാലും ഒന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ത്വരണത്തിന്റെ യൂണിറ്റ് പ്രവേഗ മാറ്റത്തിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ്. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇതെന്താണ്, പ്രവേഗ മാറ്റം അല്ലെ. പ്രവേഗ മാറ്റം, പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. സമയത്തിന്റെ യൂണിറ്റോ എന്താണ്, സെക്കൻഡ് തന്നെയാണ് അല്ലെ. അപ്പോൾ മീറ്റർ പെർ ഇത് ബൈ 1 ആണ്. 1 മേലെ പോയി എസ് താഴെ വന്നു. അപ്പൊ എന്ത് വരും, എം ബൈ എസ് ഇൻറ്റു എസ് എന്ന് വരും. അപ്പൊ എന്ത് വരും, എം ബൈ എസ് സ്ക്വയർ അല്ലെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ്. ഇത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. എന്താണ്, പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളത്, ത്വരണം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ത്വരണം എന്തായിരുന്നു, അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ബൈ സമയമാണ് അല്ലെ. ഇനി എന്ത് ചെയ്യുക, ഈ ടീനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് വിചാരിക്കും. ടീനെ ഇങ്ങോട്ടേക്ക് എടുത്ത്, അപ്പോൾ ഇത് ഡിവൈഡ് ആയിട്ടാണുള്ളത് അല്ലെ, ഹരിക്കുന്നതാണല്ലോ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താ, ഗുണിക്കലാവും അല്ലെ. അപ്പോൾ എ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു എന്നാവും അല്ലെ. വി മൈനസ് യു ആവും. ഇനി എന്ത് ചെയ്യാം, ഈ യുവിനെ ഇങ്ങോട്ടേക്ക് എടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരും, ഇത് മൈനസ്, അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് പ്ലസ് ആവും അല്ലെ. അപ്പൊ യു പ്ലസ് എ ടി ഇസ് ഈക്വൽ ടു വി അല്ലെ. എ യു പ്ലസ് എ ടി ഇസ് ഈക്വൽ ടു വി. ഇതൊന്ന് മര്യാദയ്ക്ക് എഴുതുവാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടും. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ ഈ വി എന്തായിരുന്നു, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേഗം അല്ലെ. യു എന്തായിരുന്നു, ആദ്യ പ്രവേഗം. എ എന്തായിരുന്നു, ത്വരണം. ടി എന്തായിരുന്നു, സമയം. ഇപ്പോ നിങ്ങൾക്ക് ആദ്യ പ്രവേഗവും ത്വരണവും സമയവും തന്നെന്ന് വിചാരിക്കും. ഒരു വണ്ടീന്റെ ആദ്യ പ്രവേഗവും ത്വരണവും സമയവും തന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ് അന്ത്യപ്രവേഗം കാണുന്നു. അപ്പൊ അന്ത്യപ്രവേഗം കാണാനുള്ള ഇക്വേഷൻ എന്താ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. എന്താണ്, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. പ്രവേഗം കാണാനാ പറഞ്ഞിട്ടുള്ളെങ്കിലോ, ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും തന്ന്, എന്നിട്ട് ത്വരണം കാണാനാ പറഞ്ഞിട്ടുള്ളെങ്കിലോ ഈ ഇക്വേഷൻ ഉപയോഗിക്കും അല്ലെ. എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അന്ത്യപ്രവേഗം കാണാൻ എന്താ യൂസ് ചെയ്യുക, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ത്വരണത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖാ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു. 2 സെക്കൻഡിന് ശേഷം കാറിന്റെ പ്രവേഗം കണക്കാക്കുക. ഇവിടെ ഒരു കാറുണ്ട് അല്ലെ, ഒരു കാറ് ഇവിടെ കുറച്ച് സഞ്ചരിച്ച് അതിന്റെ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ടോ ഒരു 2 സെക്കൻഡിന് ശേഷം ഈ ഒരു പോയിന്റിൽ എത്തി.
അന്നേരം ഉള്ള പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു നേർരേഖാ പാതയിലാണ് കാറ് പോകുന്നത് 2 സെക്കൻഡ് സമയം കൊണ്ട് അല്ലെ, 10 മീറ്റർ പെർ സെക്കൻഡിൽ തുടങ്ങി 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തുന്നു അല്ലെ. അപ്പോൾ ഉള്ള പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാ നമ്മൾ കാണാം? തുടക്കമുള്ള പ്രവേഗം അല്ലെ, ആദ്യ പ്രവേഗം ആണ് തന്നിട്ടുള്ളത് അല്ലെ, യു തന്നിട്ടുണ്ട് അല്ലെ. യു എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ, തുടങ്ങുമ്പോഴുള്ള തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? സമയം തന്നിട്ടുണ്ട് അല്ലെ. ടി എത്രയാ തന്നിട്ടുള്ളത്? 2 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം അല്ലെ, ആക്സിലറേഷൻ ത്വരണവും തന്നിട്ടുണ്ട് അല്ലെ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന്. ഇവിടെ എത്തുമ്പോൾ ഉള്ള പ്രവേഗം അല്ലെ, 2 സെക്കൻഡിന് ശേഷം കാറിന്റെ പ്രവേഗം, 2 സെക്കൻഡിന് ശേഷം ഇവിടെ എത്തുമ്പോഴുള്ള കാറിന്റെ പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വി ആണ് അല്ലെ, അന്ത്യപ്രവേഗം അല്ലെ. അപ്പൊ വി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അന്ത്യപ്രവേഗം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അന്ത്യപ്രവേഗം കാണാനുള്ള ഒരു ഇക്വേഷൻ കുറച്ച് മുന്നേ പഠിപ്പിച്ചല്ലോ, ഏതായിരുന്നു? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു ടി അല്ലെ. എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു ടി. അന്ത്യപ്രവേഗം ഇസ് ഈക്വൽ ടു ആദ്യപ്രവേഗം പ്ലസ് ത്വരണം ഇൻറ്റു സമയം അല്ലെ, ത്വരണം ഇൻറ്റു സമയം. അപ്പോൾ അന്ത്യപ്രവേഗം വി ഇസ് ഈക്വൽ ടു ആദ്യപ്രവേഗം യു എത്രയാ? 10 അല്ലെ, 10 പ്ലസ് എ എത്രയാ? 5 ഇൻറ്റു ടി എത്ര തന്നിട്ടുള്ളത്? 2. അപ്പോൾ വി ഇസ് ഈക്വൽ ടു 10 പ്ലസ് 5 ഇൻറ്റു 2 10 അല്ലെ. 10 പ്ലസ് 10 എത്ര കിട്ടുക നമുക്ക്? 20. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി 2 സെക്കൻഡ് കഴിഞ്ഞ് ആ ഒരു കാർ ഇവിടെ എത്തുമ്പോൾ അതിന്റെ പ്രവേഗം എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും സമയവും ത്വരണവും ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത്. അന്ത്യപ്രവേഗം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോ ആദ്യ പ്രവേഗം കണക്കാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് വിചാരിക്കുക. അതെങ്ങനെയാ നമ്മൾ കാണാം? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് എന്നറിയാം. ഇത് കാണാൻ വേണ്ടി ചോദിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? വി മൈനസ് എ ടി ഈസ് ഈക്വൽ ടു യു വരും. എന്താണ്? വി മൈനസ് എ ടി ഈസ് ഈക്വൽ ടു യു. ആദ്യ പ്രവേഗം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യണം. അന്ത്യപ്രവേഗമാണ് കാണാൻ ചോദിച്ചതെങ്കിലോ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടിയും ചെയ്യണം കേട്ടോ. ഇത് അന്ത്യപ്രവേഗം, ഇത് ആദ്യ പ്രവേഗം. ഇത് ഇക്വേഷൻ നിന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.